Over to Sometan for taking up the product training. Okay, sir. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ബുധനാഴ്ച അതിഗംഭീരമായ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നടന്നു. അതുപോലെ തന്നെ ഈ ആഴ്ചത്തിലെ ബുധനാഴ്ചയാണ് ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാം. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ പ്രൊഡക്റ്റ് ട്രെയിനിങ് അതിഗംഭീരമായി വിജയിപ്പിച്ച എല്ലാ അസോസിയേറ്റ്സിനും അതുപോലെ തന്നെ ലീഡേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഒരുപാട് പുതിയ അസോസിയേറ്റ്സ് വന്നിട്ടുണ്ട്. വന്നതായിട്ട് പലരും എന്നെ വിളിച്ചിരുന്നു. കൂടാതെ അവരുടെ കുടുംബാംഗങ്ങള് എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്പെഷ്യലായിട്ട് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് സോമൻ. ആലപ്പുഴ ജില്ലയിലെ നോർത്ത് എൻഡ് എറണാകുളം ബോർഡറാണ് എൻ്റെ സ്ഥലം. കഴിഞ്ഞ കുറച്ചു കാലത്തിന് മുമ്പ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രൊഫഷണൽ ജനറേറ്റർ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് പാർട്ട് ടൈം ആയിട്ട് കടന്നു വന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആരോഗ്യകരമായിട്ടും സാമ്പത്തികമായിട്ടും തന്നെയുമല്ല ഈ കാലഘട്ടത്തിലെ അതിനൂതനമായ ഒരു ആശയം കൂടിയാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ സ്വദേശത്തും ധാരാളമായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു ആശയമാണെന്ന് കണ്ടുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് അവസരത്തിലൂടെ കടന്ന് അങ്ങനെ IMC ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് പ്രവേശിച്ചു. 3-ാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമില് അവതരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള 1-2 ഭാഗങ്ങൾ മെമ്മറിയിലേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആരംഭിക്കാം. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ആശയ വിശദീകരണ ക്ലാസ് അല്ലെങ്കിൽ YMT കൺസെപ്റ്റ് ഡിസ്കഷൻ അതിനകത്ത് പങ്കെടുത്തപ്പോൾ ഞാൻ ഒന്നുമല്ല, എൻ്റെ ലൈഫ് ഇതൊന്നും അല്ല, ഒരുപാട് പ്രത്യാശയും അതുപോലെയുള്ള സങ്കല്പവുമായിട്ടാണ് ജീവിച്ചത്. അപ്പൊ ഈ അവസരത്തിലൂടെ പാർട്ട് ഓഫ് ദ ലൈഫാക്കി മാറ്റിയാൽ എനിക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുണ്ട്. അതുപോലെ തന്നെ സമ്പത്ത് എനിക്ക് നേടിയെടുക്കാം, എൻ്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാം. അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടോടുകൂടി കടന്നു വന്നിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ അസോസിയേറ്റ്സ് ഈ മേഖലയിലേക്ക് കടന്നു വന്ന അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഏകദേശം 13 കാറ്റഗറിയാണ് ഉള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്, ഹോം കെയർ വീടുമായി ബന്ധപ്പെട്ടത്, പേഴ്സണൽ കെയർ ശരീര ശുദ്ധിയായിട്ട് ബന്ധപ്പെട്ടത്, ലോണ്ടറി കെയർ, കൂടാതെ അഗ്രികൾച്ചറൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതും, സ്കിൻ കെയർ, കോസ്മെറ്റിക്സ്, ഡ്രസ്, വാട്ടർ പ്യൂരിഫയർ, ഇങ്ങനെ വിവിധങ്ങളായ കാറ്റഗറി ആയിട്ടുള്ള ബന്ധപ്പെട്ട ഫുഡ് കെയർ, കിച്ചണുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെയാണ് ഇതിന്റെ ശ്രേണികൾ. പക്ഷെ ഇന്നത്തെ പ്രോഗ്രാം ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരുപാട് പ്രാവശ്യം എൻ്റെ അമ്മയിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്, മോനെ ചുമരുണ്ടല്ലേ ചിത്രം എഴുതാൻ പറ്റൂ. ഞാൻ ആ ഒരു വാക്കാണ് ഇപ്പോ എൻ്റെ സ്മരണയിലേക്ക് കടന്നു വരുന്നത്. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. എല്ലാവരും പൈസയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറെ കഴിഞ്ഞ് പൈസ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. IMC-യിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ആണ് ബിൽഡ് ചെയ്യേണ്ടത്. ആദ്യം ഹെൽത്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് തന്നെ ഉണ്ടായിക്കോളും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം ന്യൂട്രീഷണൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഏകദേശം 103 ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും പ്രൊഡക്റ്റുകളാണ് ഇന്നത്തെ പ്രസന്റേഷൻ. ഇതിന് അടിത്തറയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ണൂർ സ്വദേശി നമ്മുടെ രാജേഷ് സാറ്, അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ പാലക്കാട് സ്വദേശി നമ്മുടെ പ്രസാദ് അയ്യർ സാറ്, ഇവരൊക്കെ ശക്തമായ ഒരു അടിത്തറ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആയുർവേദം എന്താണെന്നും ഹെൽത്ത് എന്താണെന്നും അതിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രാധാന്യമുണ്ട്, അതെങ്ങനെയാണ് നേടേണ്ടത്,
അതിനെല്ലാത്തിനും സൗകര്യം ഇവിടെ ഉണ്ട് എന്നൊക്കെ വിശദീകരിച്ചു തന്ന അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെ ഏറ്റവും പിതാമഹനായിട്ടുള്ള ഭീഷ്മാചാര്യരായിട്ടുള്ള നമ്മുടെ നമ്പൂരി സാറ്, അദ്ദേഹം ഈ ഒരു അവസരം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. അതിനു മുന്നേ നമ്മുടെ അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ സാറ്, അവരെല്ലാവരുടെയും പ്രയത്നമാണ് ഇന്നത്തെ ഈ ബിസിനസിന്റെ കുതിച്ചുകയറ്റം അതിന്റെ ആ ഒരു സാധ്യത ഉണ്ടായത്. ഇവരെല്ലാവരും സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, അതായത് നമ്മളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതിനെ അതിജീവിക്കാൻ, ആ രോഗങ്ങളെല്ലാം മാറ്റി ഒരു പെർമനന്റ് സൊല്യൂഷനായി അതിനെ മുന്നേറാൻ നമ്മൾ കയറേണ്ട വളരെ കാലഘട്ടത്തിന് അനുയോജ്യമായ പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ആയുർവേദം. പഴയ ആയുർവേദം അരിഷ്ടം, കുഴമ്പ്, ലേഖ്യം അതൊക്കെ ആയിരുന്നു. ഇപ്പൊ മോസ്റ്റ് മോഡേൺ ടെക്നോളജി പ്രൊപ്പറേറ്ററി മെഡിസിന്റെ രൂപത്തിൽ ഇൻസ്റ്റന്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കത്തക്ക ലെവലിലേക്കുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടാണ് കമ്പനി നമ്മളെ ഈ അവസരത്തിലൂടെ, ഈ വാഹനത്തിലൂടെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്റ്റാർട്ടിങ് ട്രബിളുകളൊക്കെ ഉണ്ടാവും. ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ക്ലാസ്സുകളിലെ പങ്കാളിത്തം, അത്യാവശ്യം വേണ്ടത് നോട്ടൊക്കെ എഴുതിയെടുക്കല്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഈ സ്റ്റാർട്ടിങ് ട്രബിളിന്റെ ആവശ്യകത വേണ്ടി വരില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുന്നു. അപ്പൊ അവര് ചോദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നമുക്ക്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പുതിയ ആളുകൾക്ക് വേണ്ടിയാണ്. പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ ബോഡിയും തമ്മിൽ ഒരു അലൈൻമെന്റ് ആവശ്യമാണ്. ഈ അലൈൻമെന്റ് ഇല്ലാത്ത ഒറ്റ പ്രശ്നം കൊണ്ടാണ് രോഗങ്ങൾ പലതും കയറി വരുന്നത്. അപ്പൊ എന്താണ് ഞാനും എന്റെ ബോഡിയും, സാധാരണ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബോഡിയല്ലേ കാണുന്നത്, പക്ഷെ ബോഡിയും ഞാനും തമ്മിലുള്ള ആ അകൽച്ച, ഞാൻ ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ തന്നെ ആ ഞാൻ എടുത്ത് കാണിക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ആന്തരികമായ മനസ്സിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കൊള്ളാം, ശരി, ശരിയാണ് സാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുണ്ടല്ലോ, ദാറ്റ് ഈസ് അയാളാണ് ഞാൻ എന്ന് പറഞ്ഞ ആള്. പിന്നെ ഈ കാണുന്നതാ നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരവും ഞാനും തമ്മിലുള്ള ഒരു അലൈൻമെന്റ്, ആ അലൈൻമെന്റ് വൺസ് ഒന്ന് നമുക്ക് ലഭ്യമായാൽ നമ്മുടെ കാര്യം ഓക്കെ. അതിന് പറ്റിയ ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഈ രാസവളം, കീടനാശിനിയും കെമിക്കലും ആയിട്ട് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് മുന്നേറാൻ പറ്റുന്നതാണ് ആയുർവേദ ഈ ന്യൂട്രീഷണൽ ഹെൽത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം. അതിനകത്ത് ഏതാനും പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനമാണ് സ്ട്രെസ് എവേ പ്രൊഡക്റ്റ്. എന്താണ് ഈ സ്ട്രെസ് എവേ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇത് ടാബ്ലറ്റ് ആണ്, സ്ട്രെസ് എവേ. 60 എണ്ണം ഉണ്ട് ബോട്ടില്. അതായത് നമ്മുടെ ശാരീരികവും മാനസികവും ആയിട്ടുള്ള സമ്മർദ്ദം, അത് എവിടുന്നൊക്കെയാ വരുന്നത്? ജോലിയിൽ നിന്ന് വരാം, സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് കടന്നു വരാം, സ്വന്തം കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികളിൽ, ഇങ്ങനെ പല സാഹചര്യത്തിലൂടെ കടന്നു വരാം. എന്ത്? ഈ ശാരീരികവും മാനസികമായ സമ്മർദ്ദം, അതിന്റെ പേരാണ് സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് വിചാരിക്കാം, നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത പലതവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രെസ്. പിന്നെ വരുന്നു മനസ്സിലേക്ക്. അപ്പൊ എന്താണ് അവിടെ പ്രശ്നം? നമ്മുടെ ബോഡിയിലുള്ള കുറച്ച് ന്യൂട്രീഷണൽ ഗ്യാപ്പുകളുണ്ട് അവിടെ. ആ ന്യൂട്രീഷണൽ ഗ്യാപ്പുകൾ പരിഹരിച്ചാൽ, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഇല്ലെങ്കിൽ, അവിടെ പഞ്ഞെടുത്ത് വെച്ച് കാണാം, സ്ട്രെസ് ഉണ്ടാവില്ല. കൃത്യമായിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് നമുക്ക് കിട്ടും. ഈ സ്ട്രെസ് അടിക്കടി വന്നാൽ എന്താ സംഭവം?
അത് പല പല മാരക രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പ്രത്യേകിച്ച് നമ്മുടെ IMC കുടുംബാംഗങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കൾച്ചർ, പ്രായം, ജാതി, അങ്ങനെ വിദ്യാഭ്യാസം, ഇങ്ങനെ പല രീതിയിലൊക്കെ വരുമ്പോൾ അവിടെ ധാരാളം വിടവുകൾ വരും. ആ വിടവുകൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഉണ്ടാവരുത്. തനി മലയാളത്തിൽ പറഞ്ഞാൽ പോഷകാഹാര കുറവുണ്ടാവരുത്. ആ പോഷകാഹാര കുറവ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നമ്മുടെ ബേസ് 10 പ്രൊഡക്റ്റ് ഉണ്ട്. ആ 10 പ്രൊഡക്റ്റും കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. തന്നെയുമല്ല, നമ്മൾ സമൂഹ ജീവിയാണ്. പല പ്രശ്നങ്ങളും നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും. സമയത്ത് എത്താന്ന് പറഞ്ഞ ആൾ എത്തിയില്ല, സ്ട്രെസ് ഉടനെ വരും. പക്ഷേ ഈ സ്ട്രെസ് ടാബ് നമ്മൾ അത് ഉള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് നമുക്ക് കിട്ടും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, നോളജ് ഇല്ലായ്മ. ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു നോളജ് ഉണ്ട്. ആ നോളജ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ദാറ്റ് ഈസ് സ്ട്രെസ്. പിന്നെ വന്നോണ്ടിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ഈ കമ്പനി തന്നിരിക്കുന്ന ഈ പ്രൊഡക്റ്റിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയന്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് കറ്റാർവാഴ നമുക്കറിയാം, ആയുർവേദത്തിന്റെ രാജാവ്. അപ്പൊ രാജ്ഞി ആരാണെന്ന് ചോദിച്ചാൽ തുളസി. പിന്നെന്താണ്? മാൽക്കഗ്നി, അതായത് ജ്യോതിഷ്മതി, അതിന്റെ ആ വിത്തിന്റെ എണ്ണ, ആയുർവേദ ഹെർബാണ് ഇതൊക്കെ. പിന്നെയുള്ളത് കടലിലുള്ള ശംഖ്, പവിഴം, മുത്തെന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വളരെ അമൂല്യമായിട്ടുള്ള ആ മുത്ത്. പിന്നെ ബ്രഹ്മി ടാഗർ, ബ്രഹ്മിയിൽ നിന്നിട്ട് വേരിൽ നിന്ന് സംസ്കരിച്ചിട്ടുള്ള ഒരു ഭാഗം. ശംഖുപുഷ്പം, ജഡാമൻസി എന്ന് പറഞ്ഞാൽ കാന്തിപ്രഭ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് തകര എന്ന് പറയും. പിന്നെ കസ്കസ്, കറുത്ത വിത്തുള്ളൊരു ചെടിയാണ്. പിന്നെ വാച്മിത്തി, വയമ്പ് എന്ന് പറയും. ഇത്രയും ആയുർവേദ ഹെർബുകൾ കൊണ്ട് സംസ്കരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്ട്രെസ് എവേ. ആ പേര് തന്നെ കേട്ടാൽ എന്ത് മനോഹരം, സ്ട്രെസ് എവേ. ഇത് എല്ലാ ദിവസവും കഴിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ വരുമ്പോ കഴിക്കുക. പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? ജീവിച്ചു നിൽക്കുന്ന പ്രശ്നം ഉണ്ടാവും. ആരെങ്കിലും ധരിക്കുന്ന പ്രശ്നം വേണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ മരിച്ചു പോകുന്നതിന് മുമ്പേ മരിച്ചിരിക്കുകയാണ്. കാരണം മരിച്ചിട്ടുള്ള ആളുകൾക്ക് ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ശരിയല്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ജീവിച്ചു നിൽക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് IMCയിലൂടെ കൂട്ടായിട്ട് പോകുമ്പോ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കൂടുതലായി വരുവാണെങ്കിൽ നമുക്കത് കഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ധാരാളം സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് റെഗുലറായിട്ട് കുറച്ച് നാളത്തേക്ക് കഴിക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ് ഫ്രീ ലൈഫ്, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ്. ഈ സ്ട്രെസ് കുറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, ആങ്സൈറ്റി എന്ന് പറയും. അതൊരു മാനസികമായ വിഭ്രാന്തിയിലേക്ക് കടക്കും. അത് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും? സെക്സിനെ ഫെയിലർ ആക്കും, കുടുംബജീവിതം തകർത്ത് കളയും, പല മാരക രോഗങ്ങളുടെ വാതിൽ തുറക്കും. അപ്പൊ അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം. അപ്പൊ ഇതുമായിട്ട് ബന്ധം ഉണ്ടാകും. എന്തൊക്കെയാണ് പ്രധാനം? മൈഗ്രെയിൻ എന്ന് പറഞ്ഞ രോഗം, അതിന്റെ ഉറവിടം തന്നെ സ്ട്രെസ് ആണ്. രണ്ടാമത്തെ എന്താണ്? ന്യൂറോ സിസ്റ്റം, നാഡീ നരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സ്ട്രെസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അടുത്തെന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളുടെ ആരംഭം, ഷുഗർ വരെ ഉണ്ടാവുന്നത് സ്ട്രെസ്സിൽ നിന്നാണ്. അനാവശ്യമായ കാര്യം വെറുതെ ഇരുന്ന് ചിന്തിച്ച് അതുവഴി എന്തായി മാറും? അവരുടെ ടോട്ടൽ ആ ഡൈജഷൻ സിസ്റ്റം വരെ ഫെയിലറായി പോകും. ഇതാണ് ഇതിനെ കുറിച്ച് പറയാവുന്ന കാതലായ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് ആ ഒരു ലെവലിലേക്ക് നീങ്ങാതെ തന്നെ ഈ കമ്പനിയിൽ നിന്ന് തന്നെ, IMCയുടെ തന്നെ വളരെ വെർജിൻ ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ല ഇതിനകത്ത്, കളറില്ല, ഒന്നും തന്നെ ചേർക്കാത്ത ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. വളരെ പ്രധാനമാണ്. നമ്മുടെ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുന്നതിനും പ്രധാനമാണ്, കുടുംബ ജീവിതം ഉണ്ടാക്കുന്നതിനും പ്രധാനമാണ്.
ആരോഗ്യത്തിനും പ്രധാനമാണ്, നമ്മുടെ ഫ്യൂച്ചറിനും പ്രധാനമാണ്, അടുത്ത തലമുറയ്ക്കും പ്രധാനമാണ്. നമ്മൾ ഇന്നൊരു കുട്ടി ജനിച്ചാൽ അതാണ് അടുത്ത തലമുറയ്ക്കും പ്രധാനമാണ്. അപ്പൊ എല്ലാവർക്കും ഏറ്റവും മികച്ചതായിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ഒരു പ്രൊഡക്റ്റ് ആണ് അലോസ് റസവേ ടാബ്ലറ്റ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഇനി ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ എത്ര രൂപ ചെലവാകും? ഇത്രയും നല്ല ഒരു ഗുണങ്ങൾ കിട്ടൂല്ലേ? 10, 25, 30 അങ്ങനെ ഒന്നുമില്ല. കേവലം വെറും 9 രൂപയെ വരുള്ളൂ. എത്ര മനോഹരം! ഇത് അനുഭവിക്കാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. എത്രയോ പേർക്ക് ഈ സ്ട്രെസ് കൂടി പല പ്രശ്നങ്ങളായി ഹോസ്പിറ്റലുകളിലൊക്കെ പോയി അനാവശ്യമായ വേറെ പല പ്രശ്നങ്ങളിലേക്കും കടന്നു. കാരണം അതിനകത്ത് പെട്ടുപോയാൽ നമുക്ക് ഊരി പോരാൻ പറ്റില്ല. ഞാനിപ്പോ അവരെ ഒന്നും എതിർത്ത് പറയുമല്ലത്. പ്രധാനമായിട്ടും ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്നത് സ്വന്തം ജീവിത അനുഭവമാണത്. പ്രത്യേകിച്ച് IMCയിൽ വന്നാണ് പ്രൊപ്പറേറ്ററി മെഡിസിന്റെ അനുഭവങ്ങൾ പറയുന്നത്, അറിഞ്ഞത്. ആ അനുഭവമാണ് ഇപ്പൊ കുറിപ്പുകളായിട്ട് നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് അർജുന അരിഷ്ട. ഇതൊരു ടോണിക്കാണ്. ഒരു പക്ഷേ IMCയില് എന്റെ അറിവിൽ, മറ്റുള്ളവർക്കുള്ള അറിവിനെ കുറിച്ച് എനിക്ക് അറിയില്ല, എന്റെ അറിവിൽ ഇത്രയും മനോഹരമായ ഒരു പ്രൊഡക്റ്റ്, ഇത്രയും ഹെൽത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ഇത്രയും എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ്, ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണത് എന്റെ ഡൗൺലൈനിൽ ഒരു വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോ അവിടുത്തെ ആ ചേട്ടനെ എന്റെ അടുത്ത് വെച്ചു, ഇതൊരല്പം കഴിച്ചു നോക്കൂന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് പുറകോട്ട് വലിക്കും, അന്നത്തെ ആ ചേട്ടാന്ന് പറഞ്ഞ് കുറച്ച് മേടിച്ച് കഴിച്ചു. അവിടെ വെച്ചാണ് ഇതിന്റെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാവുന്നത്. അന്ന് തന്നെ ബില്ലടിച്ചു. ആ പ്രൊഡക്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അർജുനാരിഷ്ട, പേര് പോലെ തന്നെ പവർഫുൾ ആണ് ഈ പ്രൊഡക്റ്റ്. ഇതിനെക്കുറിച്ച് കുറെ അധികം പറയാനുണ്ട്, പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം. വൺ വേർഡ് ആൻസർ പറഞ്ഞാൽ സ്ട്രെങ്തൻ ഹാർട്ട്. നമ്മുടെ ഹൃദയം ശക്തമായാൽ എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്? അതും നാച്ചുറൽ വേ ഓഫ് കാർഡിയോ ഹെൽത്ത്. ഹൃദയം മസിലുകളെ ശക്തമാക്കാനുള്ള ഒരു പ്രൊഡക്റ്റ്. എന്തിനാണ് ഈ ഹൃദയത്തിന്റെ മസിലുകളെ ശക്തമാക്കുന്നത്? ഒരുപക്ഷെ സ്കൂളിലും കോളേജിലും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അഥവാ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ ആരായിപ്പോയി? ഡോക്ടർമാരായിപ്പോയി. അവരിന്ന് നമുക്കിത് പറഞ്ഞു തരുമോ? ഒരിക്കലും പറഞ്ഞു തരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹാർട്ട് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിനുള്ളിൽ 8 മുതൽ 10 വരെ ലിറ്റർ അത് പമ്പ് ചെയ്യുന്നുണ്ട് ബ്ലഡിന്. ഒരു ദിവസം 8 മുതൽ 10 ലിറ്റർ വരെ ഒരു മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ട്. അപ്പൊ ഒരു ദിവസം എത്ര ലിറ്ററാണ് ഇത് പമ്പ് ചെയ്യണത്? ആകെ നമ്മുടെ സിസ്റ്റത്തിൽ 4-5 ലിറ്റർ ഉള്ളു. അതിങ്ങനെ റെഗുലർ ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഇത് പൾസ് അടിക്കണത്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര അടി അടിക്കും? 72 × 60 മിനിറ്റ് = 4320 പ്രാവശ്യം ഇത് അടിച്ചോണ്ടിരിക്കും. ഒരു മണിക്കൂറിലെങ്കിൽ 24 മണിക്കൂറിലോ 1,3680 പ്രാവശ്യം അടിക്കും. ആ അടിക്കുന്ന ഹൃദയത്തിന് നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ടോ? അത് അവിടെ ഇരുന്ന് അടിയടാ അടി അടി അടി. പക്ഷെ IMCയിൽ വന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഹാർട്ടിന്റെ ജോലി എന്താണ് ഇങ്ങനെ അടിക്കുമ്പോ? അത് നമുക്ക് തിരിച്ചറിയണം. എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ന്യൂട്രിയന്റുകളെ നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിലെ ഓക്സിജനുമായിട്ട് കലർത്തി ഇത് എല്ലാ ആന്തരിക അവയവങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഹാർട്ട്. ശരിയല്ലേ? അതേതാണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി വഴിയാണ് അത് അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ഹാർട്ടിന് അതിന്റെ ആ ബലം, അതിന്റെ ശക്തി നമ്മളൊന്ന് അറിയേണ്ടത് നല്ലതല്ലേ? ആരിത് തിരിച്ചറിയണം? അവർക്ക് ആൻജിയോഗ്രാമിലേക്ക് പോകണ്ട, ആൻജിയോപ്ലാസ്റ്റിലേക്ക് എത്തണ്ട, ബൈപ്പാസിലേക്ക് പോകണ്ട, ഓപ്പൺ ഹാർട്ടിലേക്ക് പോകണ്ട, അവസാനം ലൈഫ് പോകുന്ന അവസ്ഥയിലേക്ക് പോകണ്ട. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അങ്ങനെയാണെങ്കിൽ
ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണ്? നമ്മുടെ ലൈഫിന്റെ എഞ്ചിനാണ്, നമ്മുടെ ജീവിതത്തിന്റെ എഞ്ചിനാണ് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞത്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? തീർച്ചയായിട്ടും ശരിയാണ്. ആ എഞ്ചിനെ നമ്മൾ പരിപാലിക്കണം. അപ്പൊ ഹൃദയത്തിന്റെ ആരോഗ്യമാണ് ഇതിന് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? അശ്വഗന്ധ, അർജുന. എന്താണ് ഈ അർജുന എന്ന് പറഞ്ഞാൽ? അതൊരു മരമാണത്. ആ മരത്തിന്റെ കാതല്, ആ കാതലിൽ നിന്നുള്ള ഓയിലാണത്. അടുത്തത് മുന്നക്ക. മുന്നക്ക എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലുള്ള വാക്കാണ്. ഉണക്കമുന്തിരി എന്നാണ് പേര്. പക്ഷെ നമ്മളാരും കഴിക്കണ ഉണക്കമുന്തിരി അല്ലത്. അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയന്റ് ഉണ്ടാവും ഉണക്കമുന്തിരിക്കകത്ത്. ഞാൻ സന്ദർഭം ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. പിന്നെ അലോവേര. ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. ഇനി അശ്വഗന്ധ എന്താ ചെയ്യണത്? ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, ആങ്സൈറ്റി, പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന ക്ഷീണം, ഇതെല്ലാത്തിനെയും പ്രതിരോധീകരിച്ച് നമ്മളെ മുന്നേറാനായിട്ട് അശ്വഗന്ധ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നീർമരുത് അർജുന. അർജുന എന്ന് പറഞ്ഞാൽ നീർമരുത് എന്നാണ്. ഈ നീർമരുത് എന്താ ചെയ്യണത്? ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലാമേറ്ററി ആണ്. കൊളസ്ട്രോൾ ലിപ്പിഡ് ലെവലിനെ മാനേജ് ചെയ്യും. അതോടൊപ്പം തന്നെ ബ്ലഡിന്റെ ഒഴുക്കിന്റെ അളവ് കൂട്ടും. പ്രഷർ അല്ല കൂട്ടണത്, ക്വാണ്ടിറ്റിനെ കൂട്ടും. ഇനി മുന്നക്കയെ കുറിച്ച് വിശദീകരിക്കാം. മുന്നക്ക എന്താണ്? പ്രത്യേകതര ഒരു ഉണക്കമുന്തിരിയാണ്. ഇതിനകത്ത് ധാരാളം ഫൈബർ ഉണ്ട്, ധാരാളം സിങ്ക് ഉണ്ട്, അയൺ, മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ സി, റീബോഫ്ലോവിൻ, തയാമിൻ, ആന്റി ഓക്സിഡന്റ്, ഫ്ലവനോയിഡ്, ഫ്രാക്ടോസ്, നൈട്രിക് ഓക്സൈഡ്, ഇത്രയും സംഭവം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഉണക്കമുന്തിരിക്കകത്ത്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. പിന്നെ ശർക്കര, ജാഗറി, ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. കഴിച്ചാൽ ഇത് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് തന്നെയാണ്. മിക്കവാറും പലരും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. കാരണം ഹൃദയം പക്കയായി. ഇത് റെഗുലർ ആയിട്ട് കഴിക്കാം. ഞാൻ ദിവസവും കഴിക്കും സാധനം അന്ന് മുതൽ. ഇനി ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് ഹെൽത്തി ആകുന്നുണ്ട്, കൊളസ്ട്രോൾ ലിപ്പിഡ് ലെവല് ബാലൻസ് ചെയ്യും, ടോട്ടൽ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കും, ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗലാണ്, നമ്മുടെ സിസ്റ്റത്തിൽ അണുബാധ ഉണ്ടാവില്ല, രക്തധമനികളെ വിശാലമാക്കാൻ വേണ്ടി കൂടുതൽ ബ്ലഡിന്റെ ഫ്ലോവിനെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബ്ലഡ് ഫ്ലോ കൂട്ടിത്തരും എന്ന് വെച്ചാൽ പ്രഷർ അല്ല കൂട്ടുന്നത്. ഒരു പൈപ്പിന്റെ ഉള്ളിൽ, ആ പൈപ്പിന്റെ ഉള്ളിൽ ധാരാളം അഴുക്കുണ്ടെങ്കിലോ പ്രഷർ കൂടും. അത് കംപ്ലീറ്റ് അങ്ങോട്ട് ആ അഴുക്കിനെ കളഞ്ഞാലോ അത് ക്വാണ്ടിറ്റി കൂടുതൽ വരും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അത് ഹാർട്ടിന്റെ പമ്പിങ്ങിനോ ഹാർട്ടിന്റെ മസിലിന്റെയും പ്രത്യേകതയാണ് അതൊക്കെ. പിന്നെ റെഡ് കോർപ്പസൽസും ഹീമോഗ്ലോബിന്റെയും ആരോഗ്യകരമായ മെച്ചപ്പെടുത്തൽ അത് നടത്തും. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, സ്ട്രെസ്, ആ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഉണ്ടാക്കുന്നത്, അതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ ബ്ലഡ് ഒന്നും എല്ലായിടത്തും എത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്രീഷൻ ഗ്യാപ്പ്, അപ്പൊ അതൊക്കെ ഇവിടെ പരിഹരിക്കും. ടോട്ടലി പറഞ്ഞാൽ സ്ട്രെങ്തൻ ഹാർട്ട് മസിൽസ്, റെഗുലേറ്റ് ഹാർട്ട് ബീറ്റ്, ഹാർട്ടിന്റെ ബീറ്റ് ഉണ്ടല്ലോ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യും. അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 72 പകരം മിക്കവാറും ആളുകൾക്ക് 85 90 ഒക്കെയാണ്. ചിലർക്ക് 60 ഒക്കെ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഒരു ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യന് എത്ര വേണ്ടത്? 72. ഇനി അടിവരയിട്ട് ഒറ്റ വാക്കായിട്ട് പറയാം, ചെസ്റ്റ് കൺജങ്ഷൻ ഫ്രീ. ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എത്ര മനോഹരം! IMCയുടെ അർജുനാരിഷ്ട. എനിക്ക് ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ എന്താ തോന്നുന്നറിയോ? കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സാറാ ബ്യൂട്ടിയാണത്. ഒരാൾ പോലും ഇത് അറിയാതെ പോകരുത്. ഇത് ആർക്കാ കഴിക്കേണ്ടത്? വീട്ടിന്റെ അമ്മയാണ് IMCയിലുണ്ട്, അമ്മ മാത്രമല്ല കഴിക്കേണ്ടത്, അച്ഛനാണെങ്കിൽ അച്ഛൻ മാത്രമല്ല, ഓൾ ഫാമിലി. നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ തൽക്കാലം ഒരു ഡ്രീം വയ്ക്കൂ. നിങ്ങൾ അടിച്ച് തകർത്ത് IMC ചെയ്യൂ. എല്ലാ മാസവും ലിറ്റർ കണക്കിന് സാധനം വാങ്ങാം, ഉപയോഗിക്കാം. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഇതിന്റെ അടപ്പുണ്ട്. 30 ml ആണിത്.
ഒരു 30 ml എടുക്കുക. എന്തോ ഇത് തുറന്നപ്പോ തന്നെ ഇപ്പൊ തന്നെ കുടിക്കാൻ തോന്നുന്നു. എത്ര മനോഹരമാണിത്. 30 ml എടുക്കുക, 30 ml വെള്ളം. ഒരാളും ഇത് നേരെ ഡ്രൈ ആയിട്ട് കഴിക്കരുത് കേട്ടോ. കഴിക്കുന്ന വിചാരിച്ചിട്ട് വായ പൊള്ളിപ്പോ അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെതായ ഒരു പാവനതയുണ്ട്. അതനുസരിച്ചിട്ട് കമ്പനി പറഞ്ഞിരിക്കുന്നത് പകുതി ഈ 30 ml 30 ml വെള്ളവും കൂടെ ചേർത്ത് കഴിക്കാം. ഇനി എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. IMC-യിൽ ഞാൻ വന്നിട്ട് 3-ാമത്തെ മാസമാണ്. ഏകദേശം മിക്കവാറും പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ എക്സ്പയർ ഡേറ്റ് കേൾക്കണോ നിങ്ങൾക്ക്? കേട്ടാ ഞെട്ടിപ്പോവും. 5 വർഷം. ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈയടിച്ചേ. മ്യൂട്ട് ഓൺ ചെയ്തിട്ട് കൈയടിക്കൂ. അഞ്ച് വർഷം എക്സ്പയറി ഡേറ്റ്. അത്യുജ്ജനമായ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി ഇത് കഴിക്കാനായിട്ട് നമുക്ക് എന്ത് കോസ്റ്റ് വരും എന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം. എത്രയാണ്? വെറും 12 രൂപ വരുള്ളൂ ഒരു ഡോസ് കഴിക്കാൻ. ഒരു ദിവസം ഒരു ഡോസെങ്കിലും കഴിക്കുക. സ്ട്രെങ്തൻ ഹാർട്ട്, ചെസ്റ്റ് കൺജങ്ഷൻ ഇല്ലാണ്ടാക്കിയുള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ളവർക്ക് അവർക്കും ഇത് ഉപയോഗിക്കാം. ഇത് ഒരു രോഗമില്ലെങ്കിലും കഴിക്കാം. 3-ാമത്തെ പ്രൊഡക്റ്റ് ആണ് സൂപ്പർ ഹെൽത്ത്. അതും ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട പ്രോഡക്റ്റ് ആണ് സൂപ്പർ ഹെൽത്ത്. അതായത് സൂപ്പർ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈഫ് ഈസ് പ്രഷ്യസ്. വളരെ അമൂല്യമായിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഈ ജീവനും ജീവിതവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈഫിന്റെ സിഗ്നിഫിക്കന്റ് ആണ്. അത് ആ കിട്ടിയ ജീവിതം അത് അർത്ഥപൂർണമാകണമെങ്കിൽ എന്തും കൂടെ വേണം, നമുക്ക് ആരോഗ്യം കൂടെ വേണം. അപ്പൊ ഈ കിട്ടിയ ഈ അമൂല്യമായിട്ട് കിട്ടിയ ഈ ജന്മജീവിതവും അത് ആരോഗ്യകരമാക്കി മാറ്റാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഓവറോൾ ഒരു ടച്ചിങ് ഇഫക്റ്റീവ് പ്രൊഡക്റ്റ് ആണ് ഏത്? സൂപ്പർ ഹെൽത്ത്. ഈ ആരോഗ്യമൊക്കെ മികച്ചതാകണമെങ്കിൽ നമുക്ക് സൂപ്പർ ഹെൽത്ത് യൂസ് ചെയ്യണം. ഈ സൂപ്പർ ഹെൽത്ത് ആ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ആരംഭത്തിലെ ഒരു കാര്യം പറഞ്ഞു. ഞാനും എന്റെ ശരീരവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അത് അകന്ന് നിൽക്കുവാണ്. അപ്പൊ ഞാൻ എന്റെ ശരീരവുമായിട്ട് ഒരു ലയനം, ഒരു ചേർച്ച, ആ ഒരു ബന്ധുത്വം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സൂപ്പർ ഹെൽത്ത്. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കളഞ്ചി ഓയിൽ എന്ന് വെച്ചാൽ കരിഞ്ജീരകത്തിന്റെ എണ്ണ, അശ്വഗന്ധ ഓയിൽ അമുക്കരത്തിന്റെ എണ്ണ, ഫ്ലാക്സീഡ് ഓയിൽ ചണവിത്തിന്റെ എണ്ണ, തുളസിയുടെ എണ്ണ, ജിഞ്ചർ ഓയിൽ ഇഞ്ചിയുടെ ഓയില്, പിന്നെ ഗാർലിക് വെളുത്തുള്ളിയുടെ ഓയിൽ. ഇത്രയും 6 ഡിഫറെന്റ് ടൈപ്പുള്ള ഓയിലാണ് നമ്മുടെ ഈ സൂപ്പർ ഹെൽത്തിന്റെ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോഡിക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി, അതോടൊപ്പം നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരവും നമ്മളെന്നുള്ള വ്യക്തി തമ്മിലുള്ള ആ ഒരു രമ്യത, ആ ഒരു ചേർച്ച, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ബിൽഡ് ചെയ്യുന്നു. അപ്പൊ അതെങ്ങനെയാണ്? നമ്മുടെ ദഹനം പൂർണ്ണമാക്കിക്കൊണ്ട് മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാതെ അത് തടഞ്ഞുകൊണ്ട്, ആന്റിബോഡി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട്, ബ്ലഡ് ഷുഗറിനെ അത് കൺട്രോൾ ചെയ്തുകൊണ്ട്, ഇനി നമ്മുടെ ദേഹത്ത് കടന്നിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ, ഫ്രീ റാഡിക്കൽ, ആ ആന്റി ഓക്സിഡന്റുകളല്ല ഫ്രീ റാഡിക്കൽ, ആ ഫ്രീ റാഡിക്കലിനെ ഇല്ലാണ്ടാക്കി ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇതിന്റെ എല്ലാം ഫലമായി
നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ശരീരവും നമ്മളെന്നുള്ള ആളും കൂടെ തന്നെ ഒരു ചേർച്ച വരുന്നത്, ഒരു ലയനം വരുന്നത്. ഇന്നിപ്പോ രണ്ടുപേരും ഇങ്ങനെ അപരിചിതരായിട്ട് നിൽക്കുന്നു. ഒരു ബ്ലെൻഡിങ് അവസ്ഥ വരാൻ അതിനു വേണ്ടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സൂപ്പർ ഹെൽത്ത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. HDL LDL ബാലൻസ് ചെയ്യും. ടോട്ടലി പറഞ്ഞാൽ നമ്മളുടെ ശരീരവും തമ്മിൽ ഒരു അപരിചിതത്വം വരാതിരിക്കത്തക്ക ലെവലിലേക്ക് നമ്മുടെ ബോഡിയിലുള്ള പല ഭാഗങ്ങളെയും LDL HDL അതിനെയൊക്കെ രമ്യതയിലാക്കുന്നു, ഇമ്മ്യൂണിറ്റിനെ രമ്യതയിലാക്കുന്നു, അതുപോലെ ഡൈജഷനെ രമ്യതയിലാക്കുന്നു, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്തിനെ രമ്യതയിലാക്കുന്നു, ഷുഗർ ലെവലിനെ രമ്യത. ടോട്ടലി പറഞ്ഞാൽ നമ്മളെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം ഈ സൂപ്പർ ഹെൽത്ത് പ്രൊഡക്റ്റ്. ഇതോടൊപ്പം തന്നെ ഫ്രീ റാഡിക്കലിനെ ഡാമേജ് ചെയ്ത് വേണ്ടാത്ത ശരീരത്തിലേക്ക് കടന്നുകൂടിയിട്ടുള്ള അണുക്കളെ ഇല്ലാണ്ടാക്കുന്നു. ഇതിന്റെ ബെനിഫിറ്റ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ജനറൽ ആയിട്ടുള്ള വീക്ക്നെസ് ചിലരുണ്ട്, വൈകുന്നേരം ആകുമ്പോ അങ്ങോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുപോകും, ഭയങ്കരമായിട്ട് തളർച്ച, എപ്പോഴും തളർച്ച. അതിന് പൈസയുടെ ഭക്ഷണം കൊണ്ട് എന്തൊക്കെ ആയാലും അവർക്ക് ഭയങ്കര തളർച്ചയാണ്. അപ്പൊ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ സ്ട്രെസ് അവേ ടാബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ സ്ട്രെസ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട്. പിന്നെന്താണ്, ഡൈജഷനെ സഹായിച്ചു കൊടുക്കും. ജോയിന്റ് പെയിൻ, ഈ ഡൈജഷനെ സഹായിച്ചു കൊടുക്കുമ്പോൾ ജോയിന്റ് പെയിൻ എങ്ങനെ ഇല്ലാണ്ട് വരുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ന്യൂട്രിയന്റിനെ സമയബന്ധിതമായിട്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തുള്ള ന്യൂട്രിയന്റ് എങ്ങോട്ടെത്തുള്ളൂ? ജോയിന്റുകളിലൊക്കെ എത്തുള്ളൂ. അത് എത്താതെ വരുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടുത്തെ കാറ്റിലേജും സൈനോയിഡ് ഫ്ലൂയിഡൊക്കെ തീർന്നു പോണത്. അപ്പൊ അത് ദഹനത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ടോട്ടലി പറഞ്ഞാൽ നമ്മുടെ മെറ്റാബോളിസം ശക്തമാക്കും. ഒന്നും കൂടെ പറഞ്ഞാൽ വിളർച്ച, അനീമിയ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതെല്ലാം തിരിച്ചറിയണത് എപ്പോഴാണ്? എന്തെങ്കിലും മാരക രോഗങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അറിയണത് ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. പ്രിയപ്പെട്ടവരുടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാൽ വീട് തീറതി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ. നമുക്ക് നേരിട്ട് ഒരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പെട്ടിട്ടുണ്ടാവും. എനിക്ക് പറയാനുള്ള, ഞാൻ അലോപ്പതിക്കൊന്നും എതിരല്ല. ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക. അത് എന്തിനുള്ളതാണ്? രോഗം മാറ്റാനുള്ള സ്ഥലമാണത്. പക്ഷെ നമ്മുടെ IMCയില് ഈ ബുധനാഴ്ച നടക്കുന്ന പ്രൊഡക്റ്റ് ട്രെയിനിങ് എന്തിനുള്ളതാണ്? ഇത് രോഗം മാറ്റാനല്ല, ഇത് ആരോഗ്യം ഉണ്ടാക്കാനുള്ളതാണത്. ആരോഗ്യം ഉണ്ടാക്കാൻ എന്താ വേണ്ടത്? നല്ല സാധനങ്ങൾ കഴിക്കണം. നല്ല സാധനമാണ് ഈ സൂപ്പർ ഹെൽത്ത്. ഇതൊക്കെ കഴിച്ച് ഈ കൂട്ടത്തിൽ സുഹൃത്തുക്കളാക്കിയിട്ട് ആടിപ്പാടി നൃത്തം ചെയ്ത് മനോഹരമായിട്ട് അങ്ങോട്ട് മുന്നേറിയ പോയി ആ ജീവിതം അല്ലേ ഏറ്റവും മികച്ചത്? ആണോ അല്ലയോ? സ്വയം ചിന്തിക്കുക. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരെണ്ണം രാവിലെ, ഒരെണ്ണം വൈകിട്ട്. കുറച്ച് ചൂടുവെള്ളം കൂടെ കുടിച്ചാൽ നല്ലതാണ്. എന്തിനാണ് ഈ ആയുർവേദ മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോ ഇത്തിരി ചൂടുവെള്ളമൊക്കെ കഴിക്കണമെന്ന് പറയാൻ കാര്യം? ഇത് മെൽറ്റ് ആവണം, ഇത് ദഹിക്കണം. ഇത് ദഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുള്ള ആരൊക്കെ പുറത്തോട്ട് വരുള്ളൂ? ഈ കരിഞ്ജീരകത്തിന്റെ എണ്ണ, അശ്വഗന്ധയുടെ ഓയില്, ഫ്ലാക്സീഡ് ഓയില്, തുളസി, ജിഞ്ചർ ഓയിൽ ആൻഡ് ഗാർലിക് ഓയിലൊക്കെ അത് ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തും. അപ്പൊ അതിന് ഒരല്പം ടെമ്പറേച്ചർ ആവശ്യമാണ്. പിന്നെ ഈ പ്രൊഡക്റ്റിന് ഒരു ദിവസത്തേക്ക് 17 രൂപയാണ് വരുന്നത്. സൂപ്പർ ഹെൽത്ത് ഇതൊക്കെ കഴിക്കാനും ഇതുവഴി ഒരു ലൈഫിനെ മെച്ചപ്പെടുത്തി എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അടുത്ത പ്രൊഡക്റ്റ് ആണ് ജീവൻ ശക്തി രാസ്. ജീവൻ ശക്തി രാസ് എന്താണിത്? ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത, ഇതൊരു ടോണിക് ആണിത്. സദാ ഉണർവുണ്ടായിരിക്കണം. നമ്മൾ IMC ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരിക്കണം? നല്ല ഇൻസ്പയർ ആയിരിക്കണം.
എനർജറ്റിക് ആയിരിക്കണം നമ്മൾ, ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ, അലർട്ടഡ് ആയിരിക്കണം നമ്മൾ. വേണ്ടേ? അപ്പോഴല്ലേ നമ്മള് പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെതായ മൂല്യവും അവരുടെ സ്വാംശീകരണവും ഒക്കെ സംഭവിക്കൂ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ സ്വരയില്ല, പറയണത് തന്നെ തിരിയണില്ല, ഇങ്ങനെ പല രീതി, അതിൻ്റെയൊക്കെ മൂല കാരണമുണ്ട്. എന്താ കാരണം? നമുക്ക് ഉണർവില്ല. ആ ഉണർവൊക്കെ വരണമെങ്കിൽ എന്ത് വേണം? നാച്ചുറൽ വേ, പ്രകൃതിയുടെ വരദാനം, ഈശ്വരന്റെ സ്പർശനമാണത്. എർബുകളുടെ രൂപത്തിൽ 5000 വർഷത്തെ പാരമ്പര്യത്തിൽ ഋഷി വര്യന്മാരുടെ സപ്പോർട്ടോടു കൂടിയുള്ള അതിമനോഹരമായ ഒരു തൊട്ട് തടോടലാണത്. ഉണർവുണ്ടാകാൻ പ്രകൃതിദത്തമായ ഉണർവ്, സ്മോൾ അടിച്ചിട്ടുള്ള ഉണർവ് അല്ലാട്ടാ ഇത്. ഇറ്റ് ഈസ് എ നാച്ചുറൽ സർബത്താണിത്. കുടിക്കൂലേ നമ്മള് സർബത്ത്, വഴ സോഡ, നാരങ്ങയൊക്കെ, പിന്നെ പഞ്ചസാരയുടെ സർബത്തൊക്കെ കഴിക്കൂലേ? അതേപോലത്തെ ഒരു സർബത്താണത്. ഇത് കഴിക്കണത് നാച്ചുറൽ സർബത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ പേര് പറയാം, എനർജി ഡ്രിങ്ക്. പ്രത്യേകിച്ച് നമ്മൾ IMCയുടെ പ്രസന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ ഇതൊക്കെ കഴിക്കണം. വളരെ എനർജറ്റിക് ആണ് ഈ പ്രൊഡക്റ്റ്. എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ചോദിച്ചാൽ, ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനർജിയാണ്. അലോവേര, കേസർ, എന്താണ് കുങ്കുമപ്പൂ. ആലോചിച്ച് നോക്കിയേ, 5 ഗ്രാമിന്റെ വില ഏതാണ്ട് 750-800 രൂപയോളമുണ്ട്. ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള കുങ്കുമപ്പൂ ഉള്ളത് ഭാരതത്തിലെ ജമ്മു കാശ്മീരിലാണ്. നല്ല ക്വാളിറ്റി, ഏറ്റവും മുന്തിയ ക്വാളിറ്റിയുള്ള കേസർ, കുങ്കുമപ്പൂ അല്ലെങ്കിൽ സാഫ്രോൺ, അതാ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്ത് മനോഹരമെന്ന് ആക്കിയൊക്കെ. നമുക്ക് സാധാരണക്കാരൻ നമുക്കൊക്കെ ഇത് അനുഭവിക്കേണ്ട ഒരു മഹാഭാഗ്യം. പിന്നെന്താണ് ഏലക്കായ? നമുക്ക് കിട്ടുന്ന ഏലക്കായ എന്ത് സാധനമാണ്? അത് തിരുവാണത്, അത് കളയുന്ന സാധനമാണ് ഈ കടകളിലൊക്കെ കിട്ടുന്നത്. നമ്പർ 1 ഗ്രേഡ് ഉണ്ട്. അപ്പൊ മഞ്ഞ് പ്രദേശത്ത് വളരുന്ന ആ ഏലക്ക. പിന്നെന്തൊക്കെയാണ്? ഗുലാബ്. ഇതാണ് ഗുലാബ്, റോസപ്പൂ, അതിന്റെ എക്സ്ട്രാക്ട്. ഇങ്ങനെയുള്ള മറ്റു 2 ചേരുവയുണ്ട്. അതിന്റെ മലയാളമൊന്നും എനിക്കറിയില്ല. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഉണർവിനെ ഉണ്ടാക്കി തരുന്നത്. ബെനിഫിറ്റ് എന്താണ്? ഉണർവിനേക്കാളും മനോഹരമാണ് ഗുഡ് ടേസ്റ്റ്. ആ ടേസ്റ്റ് വരുമ്പോ തന്നെ ഉണർവ് വരും, അല്ലേ? എന്നാലും ഓർക്കുമ്പോ നമുക്ക് ഉണർവുണ്ടാവും, ടേസ്റ്റ് ചെയ്യുമ്പോ ഉണർവുണ്ടാവും, കഴിച്ചു കഴിയുമ്പോ ഉണർവുണ്ടാവും, സ്മെല് ചെയ്യുമ്പോ ഉണർവുണ്ടാവും. എന്തൊക്കെയാ ചെയ്യണത്? അകത്തോട്ട് ചെന്നാൽ ഒരു കുറെ പണിയുണ്ട്. ഫ്രീ റാഡിക്കലിനെ ഇല്ലാണ്ടാക്കും, തെരഞ്ഞു പിടിച്ച് കണ്ടെത്തും. കാരണം ഇതിനകത്ത് എന്തുണ്ട്? കേസർ ഉണ്ട്. കേസർ എന്താണ്? ശക്തമായ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. അവനുള്ളിലേക്ക് ചെന്ന് ഉള്ള ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവിടെ വെച്ച് തന്നെ നശിപ്പിക്കും. തീർന്നില്ല, അതിനെ പുറന്തള്ളും യൂറിനിലൂടെ, സ്വെറ്റിലൂടെ. തീർന്നില്ല, ഇനി ഒരു ഗുണം കൂടി ഉണ്ട്. നമ്മുടെ ടോക്സിനെ വെളിയിലേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യും. അതായത് കെമിക്കലും ടോക്സിനെയും ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻസ്റ്റന്റ് എനർജിയായി നമുക്ക്. എന്റെ വാക്കിൽ പറയണമെങ്കിൽ ഉന്മേഷദായകമായി മാറും. ഇത് എന്താണ് പറഞ്ഞത്? ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ഒരു കാര്യമല്ല ഇത്. ഇങ്ങനെ ധാരാളം പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആകെ 2-3 മാസമൊക്കെ ഉള്ളത്. ഇപ്പൊ ഇന്ന് വന്നവരെ സംബന്ധിച്ച് ഇവര് എന്തൊരു മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് ഇന്ന് വന്നിട്ടുള്ളവരൊക്കെ. നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെയുള്ള ഒരു അവസരത്തിൽ വന്നിട്ട് സ്വർഗീയമായി ജീവിക്കാൻ ഒരു അവസരം കിട്ടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ ജീവിതത്തിന് എന്തൊക്കെ കിട്ടും? അർത്ഥവും കിട്ടും, പര്യായവും കിട്ടും. എന്താണ് അർത്ഥം? ഈ ഭൂമിയിൽ വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകണമെന്നൊക്കെ വിചാരിച്ചാ വന്നത്. പക്ഷെ പലരുടെയും ബാലൻസ് ഷീറ്റ് എടുത്ത് പരിശോധിക്കുമ്പോ ഒന്നുമല്ല.
പക്ഷേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആകുകയാണ്. അതിലൊന്നാമതാണ് നമ്മുടെ ആരോഗ്യം, ഉണർവ്, ഓജസ്, തേജസ്, ശക്തി, ഉന്മേഷദായകമായ അവസ്ഥ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ ആൾക്കാരൊക്കെ സ്വീകരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ വീട്ടിലൊരാൾ വന്നാലോ അവര് പോവില്ല, ആ ചേട്ടന്റെ ആ ചേച്ചിയുടെ അടുത്തിരിക്കുമ്പോ എന്തൊരു മനോസുഖം, അങ്ങനെയൊക്കെ തോന്നിക്കും. ഇനി എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? 20 ml 200 ml വെള്ളം ഒഴിക്കുക. വെള്ളം തണുപ്പിച്ച് തണുത്ത വെള്ളം ആകാം, പാലില് ഒഴിക്കാം, പിന്നെന്തൊക്കെയാണ് ലസ്സിയില് ചേർക്കാം, ഐസ്ക്രീമിൽ ചേർക്കാം. ഇത് കേൾക്കുമ്പോ തന്നെ ഉന്മേഷദായകം വരുന്നില്ലേ? സോഡയിൽ ചേർക്കാം. പിന്നെന്താണ് മറ്റ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയുള്ള ഓരോ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, ഫ്ലോഡ, പെർണി, ഇതൊക്കെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ചില ആഹാരം, അതൊക്കെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും. കുൾഫി, പുഡിങ്, ഐസ് ബോളില്ലേ, എന്തിനു വേണമെങ്കിലും ചേർക്കാം. അതെല്ലാം നല്ല എന്തായി മാറും? സ്വാദിഷ്ടമായി മാറും, ഉണർവുള്ളതായി മാറും, ഉന്മേഷദായകമായി മാറും. എന്താണ് ഇതിന്റെ പേര്? ജീവൻ ശക്തി രസ്. ഞാന് എന്റെ ഈ പ്രസന്റേഷനിൽ ഉണർവോടുകൂടി പറയുന്നു, ആക്ച്വലി എന്താണ് ജീവൻ ശക്തിയാണത്. എന്റെ ഉള്ളിൽ കൊടുകൊള്ളുന്ന ഈ ജീവന്റെ ശക്തി എല്ലാവരുടെ ഉള്ളിലും ഉണ്ടത്, പക്ഷെ പലരും തിരിച്ചറിയുന്നില്ല. എന്നാൽ ഭാരതത്തിൽ IMC എന്ന് പറഞ്ഞ ഒരു കമ്പനി വന്നിട്ടുണ്ട്, അതും പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികളിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ ആ സോളിനെ ഉണർത്തുകയാണ്, അവരുടെ ശരീരത്തിലേക്ക് ഉണർത്തി, അതുവഴി പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക്, സമൂഹത്തിലേക്ക് ഉണർത്താനുള്ള ഒരു അവസരമാണ് ഇത്. നമുക്ക് നിസാര പൈസ വരുള്ളൂ ഇതിനൊക്കെ. ഇപ്പൊ 20 ml എടുക്കാൻ പറഞ്ഞു, അത് വേണമെങ്കിൽ 10 ml ആയിട്ടും കുറയ്ക്കാം. ഇതൊക്കെ കഴിക്കുന്ന ഒരു രീതി, ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റുക നമുക്ക്. ഇനി ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയും, പക്ഷെ അതിന്റെ ഡെമോ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഡെമോ കാണിക്കാനായിട്ട് ഞാനിപ്പോ കമ്പനി വിളിച്ചു പോയപ്പോ സാധനം സ്റ്റോക്കില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ഒരെണ്ണം കിട്ടി കഴിഞ്ഞ ദിവസം. ആൽക്കലിൻ വാട്ടർ ബോട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഞാനൊന്ന് തുറന്ന് കാണിച്ചു തന്നേക്കാം. വിശദമായിട്ട് നമുക്ക് ഇതിന്റെ ക്ലാസ് എടുത്തതാണ്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്, പുതിയ സാധനമാണ്, ഇത് ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രം. ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കുക, ഒരു കുലുക്ക് കുലുക്കുക, സാധാരണ വെള്ളം ആൽക്കലിനായി മാറും. ആ വെള്ളം കുടിക്കുക. ഇനി അതിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയാം. നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾ വരാൻ കാരണം നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി വരുമ്പോഴാണ്. നമ്മുടെ ബ്ലഡില് സെല്ല്, ടിഷ്യൂസ്, മജ്ജ, ഇതിലൊക്കെ അസിഡിറ്റി വരുമ്പോഴാണ് രോഗിയായി മാറുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും മരുന്നും എല്ലാം 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 തന്നെ ആസ്വദിക്കണം. അപ്പൊ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആൽക്കലിൻ വാട്ടർ. ഇതിന്റെ pH എന്ന് പറഞ്ഞാൽ 9, 9.5, 8.5 നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ pH ആണ് 7 ആണ്. കുടിക്കേണ്ട വെള്ളം ഏതാണ്? 7 ആയിരിക്കണം. പക്ഷെ ഇന്ന് കുടിച്ചോണ്ടിരിക്കുന്നത് എത്രയാണ്? 4. എന്റെ വീട്ടിലെ 4.5 ആണ് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം. എന്താ അതിനകത്ത്? മറ്റേ ക്ലോറിനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം എടുത്തിട്ട് ഇതിനകത്തൊക്കെ ഒഴിച്ചാലാ ഇതെന്തായി മാറും? ആ ക്ലോറിനും പോയി, അതിന്റെ സ്മെല്ലും പോയി, അത് ഫിൽട്ടർ ചെയ്ത് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ കിട്ടും. മെഗ്നീഷ്യം കിട്ടും, അയൺ കിട്ടും, കാൽസ്യം കിട്ടും. അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിനെ എന്താക്കി മാറ്റും? ആൽക്കലൈനായി മാറ്റും. ഇനി ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പുതിയ ആളുകൾക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. കൃഷിക്കാർ കൃഷി ചെയ്യുമ്പോ ആദ്യം നില ഉഴുതും. നില ഉഴുതിട്ട് എന്ത് ചെയ്യും? കുമ്മായം വെതറും, 10-15 ദിവസം ഇട്ടേക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. ഇപ്പൊ കക്കാപ്പൊടി ഇറങ്ങിയിട്ടുണ്ട്. കടലിലെ കക്ക അങ്ങനെ തന്നെ പൊടിച്ചത്, മറ്റേത് കായലിലെ കക്ക നീറ്റിയതാണ്. ഈ കക്കാപ്പൊടി ഇട്ടുള്ള ഗുണം എന്താണ്? അത് ഇട്ടേച്ച് അപ്പ തന്നെ വിത്ത് നടാം. അതിൽ നിന്നുള്ള ആൽക്കലൈൻ ആവശ്യത്തിന് മാത്രമേ ഡ്രെയിൻ ആവുള്ളൂ. മറ്റേത് അതല്ല. മറ്റേത് കുമ്മായം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു അസിഡിറ്റി ഉണ്ടാവും.
ചൂടോട് 10-15 ദിവസത്തിന്റെ ഉള്ളിൽ കൊണ്ട് വിത്ത് നട്ടാൽ എല്ലാം കരിഞ്ഞു പോകും. അത് 15 ദിവസം കിടക്കുമ്പോഴാണ് ആൽക്കലൈനായി മാറുന്നത്. ഈ ഫാസ്റ്റ് ലൈഫിൽ ആളുകൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഇപ്പൊ എല്ലാവരും കക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പറയാൻ കാര്യം എന്താണ്, അങ്ങനെ അത് നട്ടാൽ മാത്രമേ അതിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലത്തെ ഒരു നിലമാണ് നമ്മുടെ ശരീരം. ഈ നമ്മുടെ ശരീരത്തിലും ഇതേപോലെ അസിഡിറ്റി ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? കക്കാപ്പൊടി ഇടണം, അല്ലെങ്കിൽ കുമ്മായ ഇടണം. ഇടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിന് പകരമാണ് പ്രിയപ്പെട്ടവരെ ആൽക്കലൈൻ പിക്ചർ. ഇതിലെ വെള്ളമാണ് കുടിക്കേണ്ടത്. ഇത് കുടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭക്ഷണത്തോടൊപ്പം കുടിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഭക്ഷണം ദഹിപ്പിക്കുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അത് അസിഡിറ്റി അല്ലേ? അപ്പൊ ആ സമയത്ത് ഈ വെള്ളം കുടിച്ചാൽ എന്ത് പറ്റും? ആ ദഹനം എന്നുള്ള പ്രക്രിയ നടക്കില്ല. അപ്പൊ ഈ വെള്ളം എപ്പോഴാ കുടിക്കേണ്ടത്? ആഹാരം വയറ്റിൽ ഇല്ലാത്തപ്പോ. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാലേ ഈ വെള്ളം കുടിക്കാവുള്ളൂ, അല്ലെങ്കിൽ 2 മണിക്കൂറിന് മുമ്പ് കഴിക്കാം. പിന്നെ 2 പെർമനന്റ് സമയം പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ ഈ 7:30 മണിക്ക് ആഹാരം കഴിച്ചു. ഇനി ഒരു 10:30 മണി 11 മണിയാകുമ്പോ കിടക്കും. എനിക്ക് കിടക്കാൻ നേരത്ത് കുടിച്ചിട്ട് കിടക്കാം, കാരണം എന്റെ ആഹാരമൊക്കെ ഡൈജഷൻ ആയി. അപ്പൊ ഒരെണ്ണം പെർമനന്റ് ആയി. നേരത്തെ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാൻ നേരത്ത് കുടിക്കാം. രാവിലെ എണീറ്റ് വരുമ്പോഴോ 1 ഗ്ലാസ് വെള്ളം കുടിക്കാം, കാരണം വയറ്റിലൊന്നുമില്ല. പിന്നെ 2 സമയം കൂടെ പറയാം. 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് കുടിക്കാം. അതുപോലെ തന്നെ 5-നും 6-നും ഇടയ്ക്ക് കുടിക്കാം. ഇങ്ങനെ 4 സമയം പെർമനന്റ് ആയിട്ട് കുടിക്കാൻ സമയം പറയാം. ഇത് അല്ലാതെ കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദഹനം നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണിക്ക് ആഹാരം കഴിച്ചാൽ ഒരു 2:30-3 മണിക്കൊക്കെ കുടിക്കാൻ വെള്ളം. ക്ലിയർ ആയല്ലോ? ഇതാണ് ആൽക്കലൈൻ പിക്ചർ. ഇതിന്റെ പിന്നെ കമ്പാരിസൺ വിലയൊക്കെ പറയുകയാണെങ്കിൽ മറ്റ് പ്രമുഖ കമ്പനികളിലൊക്കെ എന്റെ അറിവിലുള്ളതാണ്. എന്റെ വീട്ടിലൊരെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട്. 3517 രൂപയാണ് അതിന്റെ വില. എത്ര? 3517. നമ്മളതിന്റെ വില എത്ര ഉള്ളൂ? ഏകദേശം 2000 രൂപയുള്ളൂ. 1500 രൂപ കുറവ്. പിന്നെ മറ്റു പ്രമുഖ കമ്പനിയുടെ അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? വെറും 400 ലിറ്റർ. ആ സ്ഥാനത്ത് നമ്മുടെ ഈ ആൽക്കലൈൻ പിക്ചറിന്റെ കപ്പാസിറ്റി എത്ര? 1000 ലിറ്റർ. ഇനി മറ്റേതിന്റെ ഫിൽറ്റർ മാറ്റി വെക്കണമെങ്കിൽ 1500 രൂപ വേണം അതിന്റെ കാറ്ററിജിന്. അത് 3 മാസത്തിൽ ഒരിക്കൽ മാറ്റണം. അതിനകത്തൊരു ഡിജിറ്റൽ പിന്നെ ക്ലോക്ക് ഉണ്ട്. അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ 90 എന്ന് കുറയും, 89, 88 അങ്ങനെ 1 ആകുമ്പോഴത്തേക്ക് അത് മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ 3 മാസം കൊണ്ട് അത് പെർഫോമൻസ് കഴിഞ്ഞു. 1500 രൂപ എടുക്കണം ആ ഫിൽറ്റർ അവിടെ വെക്കണമെങ്കിൽ. ആ സ്ഥാനത്ത് നമുക്ക് 1 കൊല്ലത്തിന് മേൽ ഉപയോഗിക്കാം. വെറും 300 രൂപയുള്ള ആ ഫിൽറ്റർ കാറ്ററിജിന്. കാറ്ററിജ് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ആ കാറ്ററിജ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് തന്നെ സംഭവം. 300 രൂപയ്ക്ക് മേടിക്കാം. നമ്മുടെ കമ്പനിയിൽ തന്നെ കിട്ടും. ഇതിങ്ങനെ വെക്കുക. പരിപാടി കഴിഞ്ഞു. 1000 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 650 നമ്മുടെ ബാഗിനകത്ത് കൊണ്ടു നടക്കാവുന്നു എവിടെ വേണമെങ്കിലും പോകുമ്പോ. 1000 ലിറ്റർ ആവുമ്പോ നമുക്ക് നോക്ക്, 1000 ലിറ്റർ 2000 രൂപയാണെന്ന് ഇരിക്കട്ടെ. 1000 ലിറ്റർ കപ്പാസിറ്റിയാണ്. നമുക്ക് ഈ സാധനം 1000 ലിറ്റർ എന്ന് പറയുമ്പോ നമുക്ക് ഒരു ദിവസം 2 ലിറ്റർ കുടിക്കാൻ വേണ്ടി എടുക്കണമെങ്കിലോ 500 ദിവസമൊക്കെ ഉണ്ടാവില്ലേ? ശരിയാണല്ലോ? 500 ദിവസമൊക്കെ ഉണ്ടാവും. 500 ദിവസം എന്ന് പറയുമ്പോ എത്ര മാസമായി? 1 കൊല്ലത്തിന് മേളായി. ഈ സാധനം ഉപയോഗിക്കാം. എത്ര മനോഹരമാണ്, എത്ര എക്കണോമിക്കലാണിത്. അപ്പൊ ഇപ്പൊ ഡെമോ കാണിച്ചാൽ നിങ്ങൾ ഇന്ന് തന്നെ ബില്ലടിക്കാൻ അവസാനം എനിക്ക് മണിയണ്ണ സാറ് മെമ്മോ തരും എനിക്ക്. സാധനം അവിടെ സ്റ്റോക്കില്ല, അത് കാരണം ഞാൻ ഡെമോ കാണിക്കുന്നില്ല. ഡെമോ കണ്ടാൽ ഇപ്പൊ തന്നെ നാളെ തന്നെ നിങ്ങൾ ബില്ലടിക്കും എല്ലാവരും. അപ്പൊ എന്തായാലും ഇത് മനസ്സിൽ വെച്ചൊരു കമ്പനിയിൽ സാധനം വന്നു കഴിഞ്ഞാൽ അപ്പം അടിച്ചോളണം. അത് കഴിഞ്ഞ ഒരു ദിവസം ഡെമോ കാണിച്ചു തരാം. ഇനി പ്രിയപ്പെട്ടവരെ, എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കാണിക്കാം. ഇടയ്ക്ക് കയറി മിക്സ് ചെയ്ത് പറയുകയാണ് കേട്ടോ. ഇതിന്റെ പേര് അമല ക്യാൻഡി എന്നാണ്. ഒരു അത്ഭുതമായ ഒരു സംഭവമാണ് അമല ക്യാൻഡി. അതായത് അത് തുറന്നു കാണിക്കരുത്. $50 ഗ്രാമിന്റെ 4 ഫ്ലേവർ എപ്പോഴും കൊണ്ടു നടക്കാം. ഇത് വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മുടെ IMC പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. 4 ഫ്ലേവർ 50 ഗ്രാമിന്റെ 4 എണ്ണം. ഇപ്പൊ എത്രയായി? 200 ഗ്രാമാണ് ഈ സാധനം. ഇതിന്റെ നമ്മുടെ
30% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എത്ര രൂപ കൊടുത്താൽ മതി? ഒരു 100 രൂപ കൊടുത്താൽ മതി. 4-5 എണ്ണം അങ്ങോട്ട് ബില്ലടിക്കുക. നിങ്ങള് പ്രോഗ്രാം ഒക്കെ നടത്തൂല, ഹൗസ് മീറ്റിംഗ് അതൊക്കെ വെക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഒക്കെ കൊടുക്കാം, നമുക്കും ഒക്കെ ഉപയോഗിക്കാം. വെറുതെ ഇരിക്കുമ്പോ ഈ കടയിലൊക്കെ ഉള്ള വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിച്ച് ശരീരത്തിൽ കൊളസ്ട്രോളും അതുപോലെ അസിഡിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ വളരെ അടുത്ത ഒരു പ്രൊഡക്റ്റ് പറയാം, ക്യൂറാസിഡ്. എന്താണ് ക്യൂറാസിഡ് എന്ന് പറഞ്ഞാൽ? നമ്മള് ഭക്ഷണം കഴിച്ചു, ചിലപ്പോ വിരുദ്ധാഹാരങ്ങൾ കഴിക്കും, നമ്മൾ കൂട്ടി കഴിക്കാൻ പാടില്ലാത്ത പല ആഹാരങ്ങളുണ്ട്, അതൊന്നും അറിയില്ല നമുക്ക്. ചിലര് ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്ന് ഉറങ്ങും. ഏകദേശം പകുതിയെങ്കിലും ദഹനം കഴിയാതെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ കിടന്നു കഴിയുമ്പോ ഈ ആഹാരമൊക്കെ അസിഡിറ്റി ആവും, പുളിച്ച് തെകിട്ടിൽ വരും. അങ്ങനെ വന്ന് ഇവിടെ വേദന വരും. വേദന വരുമ്പോ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ എന്ത് ചെയ്യും? ആ ഒരു ഉടനെ ഹാർട്ടിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് പേടിച്ച് വരണ്ട് നേരെ ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകും, അവന്റെ ഗതി അധോഗതി. പരിപാടി കഴിഞ്ഞ് അത് ആന്റിയോഗ്രാമിലേക്ക് പോയി. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മിക്കവാറും ആളുകളുടെ അവസ്ഥ അതാണ്. നിങ്ങൾ ആദ്യം ഒരു തിരിച്ചറിയണം, ഹൃദയം ഇരിക്കുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്താണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഈ വേദന വന്നത്. അത് വയറിന്റെ അസിഡിറ്റി ആണത്. ആസിഡ് റിഫ്ലക്സ് എന്ന് പറയും. അതായത് ഇങ്ങോട്ട് വന്നിട്ട് അസിഡിറ്റി കയറി തൊണ്ടയിൽ ഒരു വാൽവുണ്ട്, ഈ ഭക്ഷണവും ശ്വാസവും തമ്മിൽ ഇങ്ങനെ വേർതിരിയുന്ന ഒരു ഭാഗം, അവിടെ വന്നിട്ട് ഈ തള്ളി വരും പുറത്തേക്ക്. അങ്ങനെ വന്നാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, ഭയങ്കര വേദനയായിരിക്കും. അതിനുവേണ്ടി എന്തൊക്കെ കഴിച്ചിട്ടും കാര്യമില്ല. താൽക്കാലികമായി പിന്നെ എന്ത് ചെയ്യണം? വയറിലേക്ക് അസിഡിറ്റിക്കുള്ള പിന്നെ ഒരുപാട് പിന്നെ ടാബ്ലറ്റുകളൊക്കെ കഴിക്കണം. നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ചാൽ മതി. എന്താണ് ക്യൂറാസിഡ്? ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഒന്നാമത്തെ പൈസ ലാഭം കിട്ടും, രണ്ടാമത്തെ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടില്ല. പ്രിയപ്പെട്ടവര്, ഒരു പാരസെറ്റമോളോ ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് കുറെ നേരത്തെ പോകും. അത്ര ഭയാനകവും മാരകവുമാണ് ഇതൊക്കെ. നമ്മുടെ ലൈഫിനെ ബാധിക്കണം. ലിവറിനാണ് ഈ സാധനം എല്ലാം അടിച്ചു കയറുന്നത്. അപ്പൊ ലിവർ ആരാണ്? നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രോസസ്സറാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. നൂറുകണക്കിന് ആവശ്യങ്ങൾക്ക് വേണ്ടി, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി 500-ന് മേളിൽ എൻസൈംസിനെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടെ ലിവർ. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. ഈ പ്രൊഡക്റ്റ് ഇത് ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇതങ്ങോട്ട് എടുക്കുന്നു. നിങ്ങൾ നോക്കുമ്പോ കാണുന്ന എന്താണ്? എന്റെ കൈ കൊണ്ട് എടുക്കുന്നു. ഒരല്പം കൂടി ആഴത്തിൽ ചിന്തിച്ചാൽ എന്ത് പറയും? ഈ സാധനം എടുക്കണമെന്ന് ബ്രെയിനിന് തോന്നി, നമ്മൾ അത് എടുത്തു എന്ന് പറയാം. അതിന്റെ ബാക്കിൽ ഒരു സംഭവം ഉണ്ട്. ബ്രെയിനിനെ തോന്നിപ്പിച്ച ആളാരാണ്? നമ്മുടെ ലിവറാണ്. ലിവർ കമാൻഡറാണ്. ലിവറാണ് പറയുന്നത്, ആ സാധനം നിനക്ക് അവിടെ ദാഹം വന്നിട്ടുണ്ട് മോനെ, നീ വെള്ളം എടുത്ത് കുടിക്കൂ. അപ്പൊ ബ്രെയിന് കമാൻഡ് കൊടുത്തു, കൈയെടുത്തു, വെള്ളം എടുത്ത്. അപ്പൊ ഈ ലിവർ ആയിരിക്കണം ശക്തമാകേണ്ടത്. അതിന് നമുക്ക് ഈ ലിവറിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്, വേറെ വരുന്നുണ്ട് അടുത്ത ആഴ്ചയില്. അപ്പൊ ഈ അലോപ്പതി മരുന്നൊക്കെ അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇതിന് നമുക്ക് കൂടുതൽ നമുക്ക് അനാരോഗ്യത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ച് രോഗങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്. പെട്ടെന്ന് പോയി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഏകദേശം ഒന്ന് കഴിഞ്ഞാൽ അതിനെ പിന്നെ തുടരാതിരിക്കുക. നമുക്ക് അതിനുള്ള റെമഡിയൊക്കെ ഉണ്ട്. ആളുകൾക്കൊക്കെ ഒരുപാട് മനസ്സിലായി. ഇപ്പൊ നമുക്ക് അതുപോലെ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പൊ ഷുഗറുകാർക്ക് ഷുഗറിന്റെ ഡയബറ്റിക് ഒരു കോംബോ പാക്ക് തന്നെ ഉണ്ട്. അത് കൃത്യമായിട്ട് കഴിച്ചാൽ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ലെവലാക്കാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ അസിഡിറ്റി വരുന്നത്? ജങ്ക് ഫുഡ് കഴിക്കും, കൂടുതൽ മസാലകളിട്ട ഫുഡ് കഴിക്കും, വറുത്തത്, പൊരിച്ചത്, കളറടിച്ചത്, ഇങ്ങനെ വിവിധങ്ങളായ ഭക്ഷണം നമുക്ക് ഇഷ്ടമാതാക്കിയാണ്. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ സ്റ്റൊമക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നാണ് അസിഡിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. കൂടുതൽ എണ്ണയിൽ വറുത്തത്, ഞാൻ പറഞ്ഞ ഇതൊന്നും കഴിക്കരുതെന്നല്ല, ഈ സാധനമൊക്കെ കയ്യിലുണ്ടെങ്കിൽ കഴിക്കാമെന്നുമല്ല. കുറെയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലതിനെ തിരിച്ചറിയണം. ഇതേപോലുള്ള പ്രോഗ്രാമിലൊക്കെ കയറുമ്പോഴാണ്
പലതും നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? ശതാവരി, എത്ര മനോഹരം, ആംല, നെല്ലിക്ക, ബ്രഹ്മി, ഗ്രാമ്പു, ഇത്രയുമാണ് ഇതിന്റെ ചേരുവ. ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക്, ഇതൊക്കെ കഴിച്ചെന്ന് വിചാരിച്ച് ചില അറിവില്ലാത്തവര് പറയുന്നുണ്ട് കിഡ്നി അടിച്ചു പോകുന്നു. അതായത് അവരെ കുറിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിൽ അവരുടെ അശുദ്ധമായ അജ്ഞാനമാണത്. ഇവര് പറയണത് ഏതാണ്? ഈ പണ്ടത്തെ മറ്റേ കഷായവും ലേഹ്യമൊക്കെ ഇല്ലേ, അത് ശരിയായിരുന്നു. കാരണം അതിനകത്ത് ലഡ് ചേർക്കും, EN ചേർക്കും, പ്രിസർവേറ്റീവ് ധാരാളം ചേർക്കും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് വന്നിട്ടുള്ള പുതിയ എല്ലാ അസോസിയേറ്റുകളും അറിഞ്ഞിരിക്കണം, നമ്മുടെ 350 പ്രൊഡക്റ്റിനകത്ത് എന്തുണ്ട്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിത്ത് GMP സർട്ടിഫൈഡ് ആണില്ല. എന്ന് പറഞ്ഞാൽ മാരകമായ പ്രിസർവേറ്റീവ് ഒന്നിലുമില്ല. എത്ര മനോഹരം, എത്ര ആരോഗ്യദായകം, ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഈ പ്രകൃതിദത്തമായ ചേരുവകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു, എന്താ പറഞ്ഞത്, പ്രകൃതിയുമായിട്ടുള്ള ഒരു പെടലിലൂടെ നമുക്കൊരു നല്ല ഒരു ഹെൽത്തി ആൻഡ് വെൽത്തി ലൈഫിലേക്ക് നമുക്ക് പോകാനും അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനും പറ്റുന്ന ഒരവസരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചേരുവകളൊക്കെ നമുക്ക് നോക്കി കാണേണ്ടത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഹൈപ്പർ അസിഡിറ്റിനെ ബ്രേക്ക് പിടിക്കണവരെ അവിടെ നിർത്തും. ഗ്യാസ്ട്രിക് പ്രോബ്ലം, ഹാർട്ട് ബേൺ, ഫ്ലാറ്റുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടത്തെ ആളുകൾ പറയും എപ്പോഴും ഇങ്ങനെ ഏമ്പൊക്കെ ഇടില്ലേ, ആന്ധ്രവായു എന്ന് പറയും. ഇതിലെല്ലാത്തിലും വലുതാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. ഇതെല്ലാം മാറും. എങ്ങനെയാണ്? ദഹനം നടക്കും പൂർണ്ണമായി. എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഈ പ്രൊഡക്റ്റ്. ക്യൂർ ആസിഡ് മിക്കവാറും എല്ലാ വീടുകളിലും ഇത് മേടിച്ചു വെക്കണം. കുട്ടികൾക്കും അതിലെല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നു. പ്രകൃതിയുടെ ഒരു വരദാനമാണ്. എന്തൊക്കെയായിട്ട്? ശതാവരി, നെല്ലിക്കയും ബ്രഹ്മിയും ഗ്രാമ്പൂന്റെ ഒരു സമ്പൂർണ്ണ ഒരു ചേരുവ, ഒരു ചേർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാ കഴിക്കേണ്ടത്? 2 ml, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 5 ml കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നേരിട്ടാണെങ്കിലും കഴിക്കാം. 10 രൂപ താഴെ വരുള്ളൂ ഇതിനൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ഹാനികരമല്ല, പാർശ്വഫലങ്ങളും ഇല്ല. ഇനി ഇതിന്റെ തന്നെ ക്യൂറാസിഡ് ടാബ്ലറ്റ് ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ കാലങ്ങളോളം എപ്പോഴും ഈ നെഞ്ചരിച്ചിലും ഈ പുളിച്ചിത കിട്ടലും ആസിഡ് റിഫ്ലക്സും ഒക്കെ ഒരുപാട് ഇങ്ങനെ പഴകിയിട്ടുള്ളവർക്ക് ഇതിനോടൊപ്പം തന്നെ ടാബ്ലറ്റും കഴിക്കണം. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 100 ml വെള്ളം എടുക്കണം, അതിനകത്ത് ഒരു ടാബ്ലറ്റ് ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം? കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് വെള്ളത്തിൽ ലയിക്കാൻ അനുവദിക്കണം. അത് കുടിക്കണം. കുടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടെ കുടിക്കണം. വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടെ കുടിക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ അവസ്ഥ അങ്ങോട്ട് മാറും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? മൂലകാരണം. കാരണം ആയുർവേദം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ആയുർവേദത്തിൽ ഒരു രോഗി അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാളെ 2 രീതിയിലാണ് കാണുന്നത്. അലോപ്പതി ഡോക്ടർ കാണലും ആയുർവേദ ഡോക്ടറും 2 രീതിയിലാണ് കാണുന്നത്. ഇയാളെ ഒരു രോഗിയായിട്ടാണ് കാണുന്നത് ആയുർവേദത്തിൽ, മറ്റയാളെ അലോപ്പതി രോഗമായിട്ടാണ് കാണുന്നത്. രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസർ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ആസ്മ, വലിവ്, വെരിക്കോസ്, രോഗം 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 രോഗം. പക്ഷെ ഇവിടെ കാണുന്നത് രോഗിയായിട്ടാണ്. രോഗി എന്ന് പറഞ്ഞ ആരാണ്? ശ്രീനിവാസൻ. ആള് നേരത്തെ നല്ല ആരോഗ്യവാനായിരുന്നു. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു അനാരോഗ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആളിപ്പം. അയാൾ എന്ത് ചെയ്യണം? തിരിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് ആയുർവേദ ചികിത്സയുടെ മൂല, ആ ഒരു സമീപനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള ആ ഒരു സന്ദർഭം തൽക്കാലത്തേക്ക് ഉണ്ടായിട്ടുള്ളതിനെ മാറ്റിയാണ് ഇങ്ങോട്ട്. അപ്പൊ അതിന് ചിലതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് കഴിക്കണം. ഇപ്പൊ നിനക്ക് പനി വന്നു, പനി വന്നാൽ എന്ത് ചെയ്യണം? ആ തുളസി എടുത്തിട്ട് ഒരു 2-3
ഒന്ന് രണ്ട് തുള്ളി വെള്ളത്തിൽ കുടിക്കണം. ഒരു അരമണിക്കൂർ പിന്നെയും കുടിക്കണം. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം കുടിച്ചിട്ട് മാറിയില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. പിന്നെ എടുത്തിട്ടൊന്ന് മുഖത്ത് നെറ്റിയിലൊക്കെ ഒന്ന് കേൾക്കാം. ആ സ്പർശനം വരുമ്പോ തന്നെ ഉണ്ടല്ലോ ഒരു 90% പനി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ ഡിസോൾവ് ചെയ്തിട്ട് വേണം വയലിട്ടിട്ട് വെള്ളം കുടിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഏകദേശം പറയാം. ഒന്നല്ല രണ്ടെണ്ണം. അത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. പെയിൻ അവേ ടാബ്ലറ്റ്, പെയിൻ അവേ ക്രീം, രണ്ടും കൂടെ ഒറ്റ ഇതിൽ വരുന്നതാണ്. മിക്കവാറും ഇപ്പൊ ഈ മഴക്കാലമാണ്, വേദനകൾ അങ്ങോട്ട് ഇറങ്ങണ കാലഘട്ടമാണ്. കൊതുക് ഇറങ്ങണ പോലെയാണ് വേദന ഇറങ്ങണത്. എല്ലായിടത്തും വേദന, കാലുവേദന, കൈവേദന, നടുവേദന, മുട്ടുവേദന. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ പകല് എത്ര പേരാണ് എന്നെ വിളിക്കുന്നത്. കൂടുതലും വിളി വരുന്നത് വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, അവിടെ നിന്നൊക്കെ വിളി ധാരാളം വരുന്നുണ്ട്. കുറച്ചൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേദനയുടെ കാലഘട്ടമാണ്. പിന്നെ അടുത്ത കൊല്ലം നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി ഇപ്പോഴേ തരാം. എന്താ കാര്യം? ആ വേദന ഒന്ന് കടന്നു വരാനായിട്ട് നമ്മുടെ ശരീരം അനുവദിക്കൂല. അതുപോലത്തെ സാധനങ്ങളാണ് നമ്മൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? വേദനകൾ പലതരമുണ്ട്, പല രീതിയിലുണ്ട്. വേദന, ജോയിന്റിന്റെ വേദന, നടുവിന്റെ വേദന, കഴുത്തിന് വേദന, പാദത്തിന് വേദന, പിന്നെ എന്താണ് ഉപ്പുകുറ്റിക്ക് വേദന. വേദന ഇനി വരാൻ സ്ഥലമില്ല, പല സ്ഥലത്തും വേദന ഉണ്ടാവും. അപ്പൊ ഈ വേദനയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ പ്രകൃതിദത്തമായ ചേരുവ, ഒന്നാമത്തെ ചേരുവയാണ് ഗിലോയി, ചിറ്റമൃത്. അമൃത് വേദന സംഹാരിയാണ്. അതോടൊപ്പം ഇമ്മ്യൂണിറ്റി പവർ, നമുക്ക് പിന്നെ ഈ അലർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതാണ് ഇത്. പിന്നെന്താണ് അലോവേര. പിന്നെ അടുത്തത് സല്ലഗി ആൻഡ് ഗുൽഗുലു. ഗുൽഗുലു എന്നൊക്കെ പറഞ്ഞാൽ ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകളിലുള്ളതാണ് ഗുൽഗുലു. ഇത്രയുമാണ് ഇതിന്റെ ചേരുവകൾ. ഈ ചേരുവകളെ അനുപാതത്തിൽ ചേർത്ത് വേദനയെ അങ്ങോട്ട് റിമൂവ് ചെയ്യുള്ളൂ. എന്തൊക്കെ വേദനയാണ്? ആർത്തറൈറ്റിസ് മാറും, ജോയിന്റ് പെയിൻ മാറും, സ്പ്രൈൻസ് എന്ന് പറയും, അതായത് ഉളുക്ക്. ചിലടത്ത് ഉളുക്കൊക്കെ ഉണ്ടാവില്ലേ, അതിനും ഇത് കഴിച്ചാൽ മതി. പിന്നെ ജോയിന്റിന്റെ മോബിലിറ്റി, പിന്നെ ഫ്ലെക്സിബിലിറ്റി, എങ്ങനെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കൈയും കാലും ഒക്കെ പൊക്കാവുന്ന അവസ്ഥ, അതിന്റെ ചലനത്തിന്റെ ശക്തി. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. നേരത്തെ പറഞ്ഞ ക്യൂറാസിഡ്. ഈ ക്യൂറാസിഡ് എന്ന് പറഞ്ഞാൽ ഈ അസിഡിറ്റി കയറി കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ധാരാളം ഉണ്ടാവും. ഈ യൂറിക് ആസിഡ് ഒക്കെ എവിടെ വരും? ഈ ജോയിന്റുകളിലൊക്കെ വരും, ക്രിസ്റ്റലായിട്ട് വരും. അപ്പൊ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് ഗൗട്ട് എന്ന് പറഞ്ഞ രോഗം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരുത്തൂല ആര്? ഈ പെയിനവേ ടാബ്ലറ്റ്. അവനെ ഇങ്ങോട്ട് വരുമ്പോ തന്നെ അവൻ അവിടെ നിർവീര്യമാക്കി കളയും. അപ്പൊ ഇതിന്റെ ചേരുവയൊക്കെ എന്തൊക്കെയാണ്? നാച്ചുറൽ കോമ്പൗണ്ടുകളാണല്ലോ. എല്ലാത്തരം രീതിയിലുള്ള വേദനകളും മാറ്റും. രാവിലെ വൈകിട്ട് ഓരോ ടാബ്ലറ്റ്, കുറച്ച് ചൂടുള്ള വെള്ളവും കൂടെ കുടിക്കുക. ഈ ടാബ്ലറ്റ് ഒരെണ്ണത്തിന് വെറും 9 രൂപ വരുള്ളൂ. ഇതുപോലെ തന്നെയാണ് പെയിനവേ ക്രീം. ആവശ്യമുള്ള പല സ്ഥലത്ത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഉപയോഗിച്ചാൽ ഈ ക്രീമിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് ക്രീമുകൾ നമ്മൾ ധാരാളം കടകളിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കും. ചില ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ പൊള്ളും. ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ദേഹം മുഴുവൻ കരുവാളിച്ച് കിടക്കണ്. എന്തോ ഒരു ക്രീം മേടിച്ച് തയ്ച്ചതാണ്, കംപ്ലീറ്റ് പൊള്ളി പോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയൊന്നും വരില്ല. ഇൻസ്റ്റന്റ് റിലീഫാണ്. പെയിനവേ ക്രീം മേടിച്ച് ഉപയോഗിച്ചവര് അത് വീണ്ടും 2, 3 മേടിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിരിക്കും. അലോവേരയാണ്, നീലഗിരി ഓയില്, യുക്കാലിപ്സ്, അവിടാണ്ട് മെന്തോൾ ഓയില്, മറ്റേ പുതിനയുടെ ഓയില്, പിന്നെ ഗന്ധപുര ഓയില്. ഇതൊക്കെ ആയുർവേദിക്ക്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇൻഗ്രീഡിയന്റ് ഒക്കെ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ല, ഇതൊക്കെ സമന്വയിച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പുതിയ ശക്തി ജനറേറ്റ് ചെയ്ത് വരും. ആ ജനറേറ്റ് ചെയ്ത് വരുന്ന ശക്തിയാണ് നമ്മുടെ IMCയുടെ സീക്രട്ട്. മറ്റെല്ലാ കമ്പനികളിൽ നിന്നും IMCനെ ഉയർത്തി നിർത്തുന്നത് ഈ ഒരു കോമ്പൗണ്ടാണ്, കോമ്പോസിഷനാണ്. അപ്പോ നടുവേദന മാറ്റും, വാതസംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറ്റും, ശരീരത്തിലേക്ക് സ്റ്റിഫ്നെസ്, ഭയങ്കര ബലമുള്ളത് അതൊക്കെ മാറ്റിത്തരും, ജോയിന്റുകൾക്കൊക്കെ, മസ്കുലർ പെയിൻ, പിന്നെ പുറകിലുള്ള നടുവിന്റെ വേദന,
ടോട്ടലി പറഞ്ഞാൽ ഇൻസ്റ്റന്റ് റിലീഫാണ്. ഇനി തന്നെയല്ല, ഈ വേദന മാറിയാൽ തന്നെ അവിടെ വേറൊരു സെൻസേഷൻ കൂടെ ഉണ്ടാവും. അപ്പൊ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, നല്ല ഒരു തണുപ്പ്, കൂളിംഗ് അവിടെ ഫീൽ ചെയ്യും. എന്താ ചെയ്യേണ്ടത്? ആവശ്യമുള്ളിടത്ത് റബ്ബ് ചെയ്താൽ മതി. ഇങ്ങനെ ചൂടാക്കലോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. റബ്ബ് ചെയ്യുക, മസാജ് ചെയ്യുക. നമ്മുടെ സമയം ഏകദേശം 5 മിനിറ്റ് അധികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് 4 രൂപ 3 രൂപയൊക്കെ മതിയുള്ള ഒരു തവണ ഉപയോഗിക്കാനായിട്ട്. എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യമുള്ളത്, ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പിന്നെ പാലക്കാടുള്ള സാറ് പറഞ്ഞ ഒരു ഇന്നലത്തെ കാര്യം പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞു എന്നോട് നല്ല ക്ലാസ്സിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു വാക്കാണെന്ന് പറഞ്ഞു. ഇരുട്ടത്ത് പറക്കുന്ന പക്ഷിയാണ് നമ്മുടെ ശ്രദ്ധ. എന്നെ വളരെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു വാക്കാണ്. ഇരുട്ടത്ത് പറക്കുന്ന ശക്തിയാണ് നമ്മുടെ ശ്രദ്ധയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇരുട്ടത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ശക്തി എത്ര പേരുണ്ട്? 103 പേരുണ്ട്. ഇപ്പൊ 103 പേര്. ആ 103 പേര് ഇരുട്ടത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ സ്വരം കേൾക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും എന്റെ സ്വരത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇരുട്ടത്ത് പറക്കുന്ന ശക്തികളായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ടാഗോറിന്റെ വാക്കിൽ പറഞ്ഞ ഞാൻ അതിനോടുകൂടി ഒരു വാക്കൂടി കൂട്ടിച്ചേർക്കാൻ പോകുന്നു. ശത്രുക്കൾക്ക് പിടിച്ചടക്കാനാവാത്ത കോട്ടയാണ് നമ്മുടെ വിവേകബുദ്ധി എന്ന് പറഞ്ഞാൽ ഇന്ന് പങ്കുവച്ച ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവേകബുദ്ധി എന്തൊക്കെയാണ്? ശ്രസവേ, അർജുനാനിഷ്ട, ജീവൻ ശക്തിരാസ്, അമല ക്യാൻഡി, ഇതേപോലെയുള്ള കുറേ അധികം പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ചധികം വിവേകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് ആർക്കെങ്കിലും എടുത്തു കളയാൻ പറ്റുമോ? നിങ്ങളുടെ ശ്രദ്ധ പക്കെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും മറ്റൊരാൾക്ക് എടുത്ത് കളയാൻ പറ്റില്ല. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അടുത്ത തലമുറയ്ക്കും നിങ്ങളുടെ സമൂഹത്തിനും പങ്കുവെക്കാനുള്ള ഒരു വിവേക ബുദ്ധിയായി മാറിയിരിക്കണം. അത് ഒരാൾക്ക് നിങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ബുധനാഴ്ച വീണ്ടും ഇതേപോലെയുള്ള ധാരാളം പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങളുടെ കൂടെക്ക് ഒരുപാട് അസോസിയേറ്റിനേക്കും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു ആശയം, ഈ IMCയുടെ ആശയവും ഈ ആയുർവേദ പ്രൊഡക്റ്റും ഇത് ഇന്ത്യ മുഴുവനും, കേരളം മുഴുവനും മാത്രമല്ല ഇന്ത്യ മുഴുവനും വിദേശ രാജ്യങ്ങളിലേക്കും പങ്കുവെച്ച് പകർത്തി എല്ലായിടത്തും എത്തിക്കാനായിട്ടുള്ള സന്ദേശവാഹകരായി നമ്മൾ ഓരോരുത്തരും മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗുഡ് IMC.